ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണം. സ്റ്റുഡൻസ് വള്ളിയാണ്. ഇപ്പൊ സ്റ്റുഡൻസ് വള്ളി ഇല്ല അല്ലേ? ഇല്ല, സ്റ്റുഡൻസ് വള്ളി ഇല്ല. അന്ന് ലേഡീസ് വള്ളി, സ്റ്റുഡൻസ് വള്ളിയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷെ നമുക്ക് താല്പര്യം ബസ്സിനകത്ത് കയറാനല്ല, ബസ്സിന്റെ ഫുട്ബോർഡിൽ നിൽക്കാനാണ് താല്പര്യം. ഫുട്ബോളിൽ നിന്ന് പോവുക. ഫുട്ബോർഡിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. പക്ഷെ അന്നത്തെ ഭയങ്കര രസമായ കാര്യങ്ങൾ, എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാന്ന് വെച്ചാല്, ചെങ്ങന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറും, അതേ വണ്ടിയിൽ പൂജപ്പുര ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കയറും, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. അത് അവരെല്ലാം MG കോളേജ്, നമ്മള് യൂണിവേഴ്സിറ്റി കോളേജാണ്. ഈ ബസ്സിനകത്ത് പല കാര്യങ്ങൾ കൊണ്ടും, അതായത് പെൺകുട്ടികൾക്ക് സീറ്റ് മാറി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ പ്രായത്തിന്റെ കുറെ കളികളുണ്ടല്ലോ. ആ സമയത്ത് ചില ശത്രുത, രണ്ട് ഗ്യാങ്ങായി, 4-5 ഗ്യാങ്ങായി, മാരിവാനിസ് MG ഒരു ഗ്യാങ്ങായി, യൂണിവേഴ്സിറ്റി കോളേജ് ഒരു ഗ്യാങ്, ഒറ്റ വണ്ടിയേ ഉള്ളൂ സ്റ്റുഡൻസ് വണ്ടി. അപ്പൊ ഇങ്ങനെ ഇതൊരു ഭയങ്കര രസമാണ്. വൈകുന്നേരം വരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ചെറിയൊരു തകരാറുണ്ടായി. അത് എന്താന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ അതേ വണ്ടിയിൽ ഞങ്ങൾ കയറണമല്ലോ, ഇവൻ ഡബിൾ അടിച്ചു കളയും. വണ്ടി അടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡബിൾ അടിച്ചിട്ട് വണ്ടി നിർത്തൂല്ലേ കോളേജിന്റെ മുമ്പിൽ. പിന്നെ കോളേജിന്റെ ബെഞ്ചിൽ നിന്ന് ചാടി കയറാൻ ശ്രമിക്കണം. അപ്പോഴെന്താണ് ഇവർ ചെയ്യുന്നത് വെച്ചാൽ, ഇവര് ഫുട്ബോൾ നിറഞ്ഞങ്ങ് നിൽക്കും. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് ചാടി കയറാൻ പറ്റില്ല. സോ ശരിക്കും പറഞ്ഞാലൊരു എന്താണ് പറയുന്നത്, ബസ് യാത്ര ഒരു രസം തന്നെയായിരുന്നു ആ കാലത്ത്. ബസ് യാത്രയാണ് പ്രധാന ഒരു ചടങ്ങ്, രാവിലെയും വൈകിട്ടും. അതൊരു ത്രില്ലാണ്. ബസ്സിൽ അതെ, എനിക്കൊരു അനുഭവം ഉണ്ട് ഗണേശനായിട്ട്. ചെപ്പെന്ന് പറഞ്ഞ സിനിമ നമ്മൾ ചെയ്യുന്ന കാലത്ത് അന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവിടെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ബസ് കാത്തു നിൽക്കാൻ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ചെന്നൈയിൽ കറക്റ്റ് സമയത്ത് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ബസ് വരും. ആ സമയത്ത് നമ്മൾ ഈ സെക്കൻഡ് ഷോയ്ക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ കറക്റ്റ് ബസ് വരുമ്പം ഗണേശൻ പറയും, ഇങ്ങനെ വേണം ബസ് സർവീസ് എന്ന് വെച്ചാൽ. അങ്ങനെ ആക്കിയിട്ടുണ്ടോ ഇവിടെ? ഇപ്പൊ കറക്റ്റ് സമയത്ത് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഈ ട്രാഫിക്കിന്റെ പ്രശ്നമൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അവര് കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ട്, നിർബന്ധമായിട്ടും കറക്റ്റ് സമയത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാവധി അവർ പാലിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ചെലവ് ആപ്പ് എന്നൊരു ആപ്പുണ്ട്, OSRTC ചെലവ് ആപ്പ്. അത് മൊബൈലിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരുന്ന കാണാം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മിനിറ്റിനുള്ളിൽ വണ്ടി വരുമെന്ന് കാണിക്കും. അപ്പൊ അതിലേക്ക് മാറിയാൽ ഈ ഒരു ഇതിന്റെ ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലേക്ക് മാറി കഴിഞ്ഞു. നമുക്കറിയാം, താമസിക്കില്ല. അത് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്നത്തെ കാലത്തിൽ നമ്മളൊക്കെ ബസ് യാത്രക്കാരാണല്ലോ തീർച്ചയായിട്ടും. ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ബസ് കാത്തുനിൽപ്പായിരുന്നു. പക്ഷെ കാത്തുനിൽപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാത്തുനിൽപ്പ് ഒഴിവാക്കാം. വീട്ടിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയാൽ മതി. നമ്മൾ എത്ര സമയം കൊണ്ട് വീട്ടിൽ നിന്ന് സ്റ്റോപ്പിലെത്താന്ന് കാണാതെ. അങ്ങനെ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോളിലാണെന്ന് തിരക്ക്, അകത്ത് ആള് വളരെ കുറവാണ്. ഫുട്ബോളിലാണ് നിൽക്കുന്നത്. ഓടുന്ന ബസ്സിൽ ചാടി കയറുക, ഇതൊരു പഴയ വിനോദമാണ്. അതെ, ഇന്നൊക്കെ ഭയമാവും അങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ.